ஹலோ guys, வெல்கம் டு தோன் பசங்க ரியாக்ஷன். ஸோ நீங்கள் நம்ம பார்த்தீங்கன்னா அதே தான் நம்ம இன்னொரு எபிசோட்ஸ் ஆஃப் 1000 பேபிஸ் பார்க்க போகிறோம். 1000 குழந்தைகள். சோஃபார் பார்த்தது வந்து பிபினோட ரீஎன்ட்ரி ஃபர்ஸ்ட் ஆஃப் அவர் எது இதெல்லாம் பண்றாருன்னு ஒன்றும் சொல்லலை. அவர் தான் பண்ணுறாராங்க ஒரு டவுட் இருக்குது. இல்லை அவர் கன்ஃபார்ம் பண்ணிட்டாரு. அவர் வந்து அந்த இதெல்லாம் கெமிஸ்ட்ரி இதெல்லாம் யூஸ் பண்ணி அவர் தானே கில் பண்ணுறாருன்னு கன்ஃபார்ம் ஆயிடுச்சு. ஸோ எதுக்கு பண்ணுறாருன்றத இதுமாரி தான் சொல்ல போகிறாங்கன்னு நினைக்கிறேன். ஸோ நம்ம இன்னைக்கு பார்க்க போகிற எபிசோட் பார்த்தீங்கன்னா இன்டர்வல். ஸோ இதுதான் வந்து ஆக்ஷன் பிளாக் இன்டர்மிஷனாக இருக்கும்னு நினைக்கிறேன். ஸோ நம்ம எபிசோட் 5 அப்படியே வந்து சொல்லுங்க அப்படின்னு நினைக்கிறேன். சொல்லலாம். ആദ്യം കണ്ടപ്പോൾ തന്നെ ഹരീന്ദ്രൻ, ദേവൻ, ആ പേരുകൾ എനിക്ക് ഫെമിലറായി തോന്നിയിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ഇവരെ റീകോൾ ചെയ്യാൻ പറ്റിയില്ല. NPF-ന് സ്ട്രോങ് ബേസ് ഉള്ള പാലക്കാട് ഭാഗത്തു നിന്നുള്ള മുതിർന്ന നേതാക്കളിൽ ഏറ്റവും പോപ്പുലർ നേതാവായിരുന്നു ഹരീന്ദ്രൻ കൊപ്ലേരി. നാഷണൽ ലെവലിൽ NPF ഇനിഷ്യേറ്റ് ചെയ്ത പല മൂവ്മെന്റ്സിന്റെയും കേരളത്തിലെ ഫേസ് ദേവനായിരുന്നു. NPF-னா அந்த ஃபோனை வச்சா அதுவா? அது NFC அது. പക്ഷേ മെർലിന് ബിബിൻ്റെ സെക്കൻഡ് ലെറ്റർ കിട്ടി കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷം, അതായത് 2017 ജൂൺ 5-ന് സ്വന്തം ജന്മദിനത്തിൻ്റെ അന്ന് ദേവൻ കിൽ ഹിംസെൽഫ്, ആത്മഹത്യ. പക്ഷേ എൻ്റെ പ്രൈം കൺസേൺ ഇപ്പോൾ ദേവൻ്റെ മരണത്തിൽ ബിബിൻ്റെ ഇൻവോൾവ്മെൻ്റ് അല്ല. അവൻ ഇൻവോൾവ് ആണെങ്കിൽ വൈ ദേവൻ? സാറ പാരൻസിന് വെച്ച് മാറ്റിയ 1000+ ബേബീസിൽ ബിബിനെ പോലെ തന്നെ ഒരു വിക്ടിമാണ് ദേവനും. പഴയ ഫോട്ടോ എന്തുകൊണ്ട് അതറിയാൻ നമുക്ക് സുനീറിലേക്ക് പോകാം. ആദ്യം ഹരീന്ദ്രന്റെ സ്വന്തം മകൻ. സാറയുടെ സ്വാപ്പിംഗ് ലിസ്റ്റിലെ 1000-ലധികം ആളുകളിൽ നിന്ന് ബിബിൻ എന്തുകൊണ്ട് ദേവനിലേക്ക് എത്തി? அது நம்ம கிராக் செய்தா பின்ன we will start getting to know him. அந்த பொண்ணு கேஸ் கிராக் பண்ணிட்டாரா? இல்லை அதுதான் போகிறாங்க. ஏன் வந்து இப்போது பிபின் வந்து டார்கெட் சூஸ் பண்ணுறாங்களே, 1000+ இருக்காங்க. 1000+ல ஏன் இவங்களை சூஸ் பண்ணுறாங்கன்றது தான் அவங்க ஃபைன் பண்ண போகிறாங்க. இப்போ அதுதான் கேட்குறேன். ஏன்னா போன வாட்டி அது சொல்லியிருந்தாங்கல்ல. இன்டர்வெல்லா സുനീറെ ചോദിച്ചു മുഷിയുണ്ട്. ഇന്നും ഒരു രക്ഷയില്ല. നാളെ ഇറച്ചുകൊണ്ട് വരുമ്പോ തരാം. മജീദ്ക്ക 4-5 ദിവസമായിട്ട് നിങ്ങൾ ഇറച്ചിയുടെ കാശ് രണ്ട് വട്ടം കിടക്കുക. ഇത് നടക്കത്തിലിക്ക. നിങ്ങൾ കാശ് തരാത്തോണ്ട് വാപ്പാന്റെ തട വെക്കണത് ഞാനാ, അത് ഉമ്മാക്കൂട്ടി. ഇവിടെ ഇറച്ചി കൊടുക്കുന്നത് നിങ്ങളല്ലേ? ആ നല്ല മീറ്റാട്ടോ നിങ്ങളുടെ. ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്ന് മണിപ്പൂട്ടും ഇറച്ചിക്കറിയും കഴിക്കാറുണ്ട്. ആ ഞങ്ങൾ കൂടുതലും പോത്തിറക്കുന്നേ. സുനീറെ, പോലീസാ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. വാ ഒന്ന് വന്നേ. വാ. അൻസാരി പറഞ്ഞോ ഞങ്ങൾ പോലീസാണെന്ന്? ആ പറഞ്ഞിരുന്നു. സുനീർ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് അയാൾ. എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും വഴിക്ക് ഇയാളെ പരിചയമുണ്ടോ? ஷாம் பிரசாத் அடுத்த பேர். எல்லார்கிட்ட எவிடன்ஸ் விட்டு போறாரு. സുനീറ, നീ ആ കെട്ടെന്ന് ഒഴിച്ചിട്ട് ആ തൊടയെടുത്ത് സാറിന് കൊടു. സാറിന് വേണ്ട അണക്കണോ സാറ് തന്നെ അരിഞ്ഞെടുക്കട്ടെ. 1/2 കിലോക്ക് ഇറച്ചിക്ക് മാത്രമായിട്ട് ഇവിടെ കച്ചവടം ഇല്ല. ഈ എല്ലും നെയ്യൊക്കെ ഈ വെട്ടി മുത്തിന്റെ തന്നെ, അല്ലാതെ ഞങ്ങളുടെ ആരുടെയും കാലിന്റെ ഇടയിൽ കൊണ്ടൊന്നല്ല. നീ മുണ്ടാണ്ടിരിക്കണ പന്നി, ഇതെന്റെ കടയാ, എന്റെ കച്ചവടം. ഇറച്ചി മാത്രമായിട്ട് കിട്ടണം. എത്ര കിലോ മേടിക്കണം? നിങ്ങൾ പറഞ്ഞ തൂക്കം ഞാൻ എടുക്കാം. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. എനിക്ക് പറഞ്ഞു നോക്കിയ എത്ര എടുക്കണം? വാപ്പാടെ നാക്ക് തീരെ ശരിയല്ല. പറഞ്ഞും തല്ലിയൊന്നും നേരെയാക്കാൻ പറ്റില്ലല്ലോ. വാപ്പയായി പോയില്ലേ. നീ ഇന്നലെ റാഹത്ത് നിന്ന് മേടിച്ച പൈസ അവിടെ കൊണ്ടുപോടാ. എന്റെ കടയിൽ ഞാൻ വാപ്പാനോട് പറഞ്ഞതല്ലേ, ഞാൻ പിന്നെ കോളേജ് ഫീസിന് കാശ് കൊടുക്കാൻ. സുൽഫി മറ്റേ ട്യൂഷൻ ഫീസും കൊടുത്തു. വാപ്പാനോട് പറഞ്ഞിട്ടല്ലേ.
പഠിച്ചല്ല നല്ല ജോലി കിട്ടി അവർ രക്ഷപ്പെട്ടെ. ഓ പിന്നെ തീ പിടിച്ച ഓസ് നീട്ടി ചീറ്റിക്കാൻ പഠിക്കുന്നു, കൊണച്ചു വെച്ചിരിക്കുന്നു കോലി. ഇറച്ചി വേണ്ടവരൊക്കെ ഇവിടെ നിന്നിട്ട് കളി കാണാൻ വന്ന പന്നികളൊക്കെ തിരിച്ചു വെക്കോ. அது வேற மாதிரி இது. സുനീറിന് വാപ്പാനോ നല്ല പേടിയല്ലേ? പേടിക്കാനുള്ള മുതലുണ്ടല്ലോ. ചവിട്ടി കൂട്ടും, അനിയനും തല്ലും. അതൊക്കെ ഓർക്കുമ്പോ ഞാൻ അടങ്ങും. അത്രയ്ക്ക് വർഷമാണെങ്കിൽ നിനക്കെന്റെ വാപ്പാനെ കൊന്നുവിടറ. എനിക്ക് വേണമെങ്കിൽ ഇതിന്നൊക്കെ ഒഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും പണിക്ക് കയറാം. ഇപ്പം നല്ല പണിത്തഴക്കായേ, ശിവാനി മക്കളും പൊന്നുപോലെ നോക്കാനുള്ള കൂലിയും കിട്ടും. പക്ഷെ ഞാനങ്ങനെ പോയാൽ അതിനും കൂടിയുള്ളത് എൻ്റെ ഉമ്മയാനി എന്നെ അനുഭവിക്കും. എന്താ സംഭവം? എൻ്റെ കുറച്ച് കാശ് ഇരിപ്പുണ്ട്, ഒരു 3 ലക്ഷം രൂപ. ഞാൻ നിന്നെ ഏൽപ്പിക്കാം. ഞാൻ ആവശ്യമുള്ള വാങ്ങിച്ചോളൂ. അല്ല, അത് ഞാൻ വാങ്ങിയിട്ട് കാശ് എന്തിനാ? നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എടുത്ത് ഉപയോഗിക്കണം. അത് വേണോ? അത്യാവശ്യമുള്ള പൈസ ഇരുന്നേ. ഞാൻ ഇറങ്ങട്ടെ. ഓ ശരി, തിരിച്ചു വന്നിട്ട് വിളിക്കാം. വാ വാപ്പിയോട് വാ. ഇറങ്ങോ? അപ്പൊ എന്നാ കാണാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. கல்யாணம் ஆகி குழந்தை இது போட்டு அசுங்கிறது. ഷീബായ്, നമ്മളെല്ലാരും ഉള്ള സ്ഥിതിക്ക് നമുക്ക് എന്തായാലും സെൽഫി എടുക്കാം. அப்போ வேணும்ட்டே தான் விட்டு போறாரு. ஏன்னா போன இதுல இவரு தான் வந்து செல்ஃபி எடுத்தாரு. அந்த ഷീബ ഇങ്ങനെ പാത്ത് വയ്ക്കാതെ ഇങ്ങോട്ട് കേറിയുന്നേ. ഉമ്മ അടിപൊളി. ജാബിർ എന്താ സുനീറ? വിളി. ജാബിറേ, വാ ഫോട്ടോ എടുക്കാം. ജാബിറെ ഞാൻ ഫോട്ടോ എടുക്കുക, നീ ഇങ്ങോട്ട് വന്നേ. കേറിക്ക്, വാ നിക്ക്. അപ്പൊ എല്ലാരും വാ. ദേവൻ, സുനീർ, സാറ മാറ്റി എഴുതിയ ജീവിതങ്ങളാണ് രണ്ടും. അതിൽ സുനീറിന്റെ ജീവിതം നമുക്കിപ്പോൾ ദേവനെ പറ്റി കൂടുതൽ അറിയുമ്പോൾ അതിലെ മിസ്സിംഗ് ലിങ്ക്സ് എല്ലാം കണക്റ്റഡ് ആയി അതൊരു ഫൈനൽ ആൻസറിലേക്ക് എത്തും, ഹോപ്പ്ഫുള്ളി. ദേവനിലേക്ക് നമ്മൾ പോകുമ്പോൾ ഹൗ എന്നത് കൂടി അറിയാനുണ്ട്. മോഹൻ സാറിനെയോ സുനീറിനോ പിക്ക് ചെയ്തതുപോലെ ദേവന്റെ സർക്കിളിൽ ആരെയും നടക്കില്ല. നമ്മളൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചാ 10 ചോദ്യം ഇങ്ങോട്ട് വരും. At this stage, we can't afford that. பேசிக்கிட்டே இருக்கானே தான் பாம்பு வெல்லும். Excuse me, sir. അജയ് കുര്യൻ, ENI. ഓ, നിങ്ങൾ വരുന്ന വിളിച്ച് പറഞ്ഞിരുന്നു. നമുക്ക് അങ്ങോട്ടിരുന്നാലോ? അന്വേഷണം ഉണ്ടാവാൻ മാത്രം എന്താ അതെന്താണെന്ന് പറയാൻ യു നോ ദ പ്രൊസീജിയേഴ്സ്. നിങ്ങളുടെ എല്ലാ പാറ്റേണും ഒരേ மாதிரி இல்லை. പ്രധാനമായും 3 ലക്ഷം കൊടുത്തിട്ട് പോണ ആളെ NSS പഠിത്തം കഴിഞ്ഞിറങ്ങിയ കാലത്താ ദേവൻ രാഷ്ട്രീയത്തിൽ താല്പര്യം കാണിക്കുന്നു. പിന്നീട് അങ്ങോട്ടുള്ള അവന്റെ ആൾക്കാരെയോ പരിപാടികളെ കുറിച്ച് എനിക്കങ്ങനെ പ്രത്യേകിച്ച് അറിവൊന്നുമില്ലായിരുന്നു. അന്നത്തെ സംഭവത്തിൽ ഏറ്റവും വലിയ കോൺസ്പിറസി മറച്ചു വെച്ചാ ഒരു സ്ട്രോങ് ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടില്ല. NPF പോലും അതിനെപ്പറ്റി വലിയ ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ ഉന്നയിച്ചിട്ടില്ല. അതിനെ കുറിച്ച് എന്താ തോന്നുന്നത്? ദേവന്റെ ആത്മഹത്യയൊക്കെ വിവാദമായത് അതിനുള്ള കാരണം പാർട്ടിക്ക് അത് വലിയ നാണക്കേടായി. സ്ഥിരമായി ദേവനോടൊപ്പം ഉണ്ടായിരുന്ന ആരെങ്കിലും ഓർമ്മയുണ്ടോ? ചിറ്റൂര് കണ്ണങ്കര ഭാഗത്തൊരു കലേഷ് കാണുമായിരുന്നു. കലേഷ് എന്നല്ലേ പേര്? കലേഷ്. അതെ, സാറുമാർ പോലീസാണ്. ആഹാ, കലേഷിനൊപ്പം പോലീസുകാരെ കണ്ട പെട്ടെന്ന് മനസ്സിലാവും അല്ലേ? കണ്ടപ്പോ തോന്നി, ഉറപ്പായി. ட்ரை பண்ணி வேணும் குடிப்பானா ஃபர்ஸ்ட் அது.
விட்றா டீ கடையா போட்டு டிஃப்ரெண்டா போடுன்னு போட்டிருக்காங்க. ஏன்டா அடி கலாய்க்கிறீங்க? അദ്ദേഹത്തിന്റെ ഇടവും വലവും ഞാനുണ്ടായിരുന്നു. മരിച്ചാലും ഏട്ടനെ മറക്കാൻ പറ്റില്ല. പൊറോട്ട സൂരി മേലെ അവരെ പോട്ട് അവരെ വെച്ചിട്ടുണ്ട്. ഇളനീർ ഈ മഹത്തായ സംസ്കാരത്തെ അധിനിവേശത്തിലൂടെ കവരാൻ ശ്രമിച്ചവരുടെ പിന്തുടർച്ചക്കാർ ദേശദ്രോഹികൾക്കെതിരെയാണ് നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടത്. അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ആധുനിക ലോകം ഇന്ന് കൈവരിച്ച ശാസ്ത്രീയവും സാമൂഹികവുമായ എല്ലാ കുതിപ്പുകളുടെയും മോളിക്കൂൾ നമ്മുടെ വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും മാത്രമാണ്. ബൂമർ ആസ്ട്രോളജിയും അറ്റോമിക് സയൻസും ഗണിതവും തത്വശാസ്ത്രവും വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഇവിടെ ഈ മണ്ണിലുണ്ടായതാണ്. ഇനി അടുത്തതായി നമ്മുടെ ബഹുമാനപ്പെട്ട പാർട്ടി അധ്യക്ഷനും നേതാവുമായ ശ്രീ ഭരത് മിശ്രയെ സാദരം ക്ഷണിക്കുന്നു. ഭാരത് മിശ്ര வேலூர் எப்படி அவனுக்கு மழையே பெய்யாதங்க, அவனுக்கு இவ்வளவு ഗ്രീനറി അറിയാ. ഓട്ടാ എന്നിട്ട് കുട്ടികളോ ഷാപ്പിൽ ഇരുത്തിണ്ട് പെൺകുട്ടികളോ എടുത്തു அவர் கடைன்னு எழுதிருப்பார். ഇതെന്തു കോലാണ് മക്കളെ, ഒരു മര്യാദക്കെ വേണ്ടേ? തട്ടുമ്പോ കൂത്തുകാട്ട നിൽക്കാണ്. ഈ പൊലം കെട്ടതകളായിട്ട് ഷാപ്പിലെ ഫോട്ടോടൊപ്പം കൂത്തുകൂടലൊക്കെ നിന്ന് കഴിഞ്ഞാലേ ഇവിടത്തെ ആൾക്കാരൊന്നും വെറുതെ നിൽക്കൂലെന്ന്. അവര് ഞങ്ങള് ഫ്രണ്ട്സാ. ഒരു മോഡലിംഗ് വർക്കിന് വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നത്. ഇവിടെ എല്ലാരോടും ചോദിച്ചിട്ട് തന്നെയാ ചെയ്തേ. എന്താച്ചാല് പല നമ്പറും കാണിച്ചിട്ടേ നമ്മന്റെ പെൺകുട്ടിയോളെ വഴി തെറ്റിക്കാനും അങ്ങോട്ടേക്ക് മാറ്റാനൊക്കെ കുറെ എണ്ണം ഇറങ്ങിയുണ്ട്. അതൊന്നും ഇനി നടക്കൂല, ഞങ്ങൾ ഒട്ടും സംഭവിക്കൂല. അപ്പൊ പിന്നെ ഇമാതിരി കൂത്തൊക്കെ ഈ നാട്ടിൽ കാട്ടിയാലേ ഈ നാട്ടുകാർ ഇടപെടും. ബാക്കിയുള്ളത് ഞാൻ അവർക്ക് കൊടുത്തോളാം. ചെല്ലടി കോലം കെട്ടി വർത്താനത്തിൽ വന്നേക്കണവള്. வேற ஆங்கிள் தெரியுதுடா. എന്താണ്ടാ രണ്ടിന്റെ പേര്? മനാഫ് സഹല്. മൂഞ്ചിക്ക് നോക്കണ്ട. നിനക്കൊക്കെ വേണ്ടിയിട്ട് കുട്ടിയെടുപ്പിട്ട് ഫോട്ടോ എടുക്കാനായിട്ടേ നിനക്കൊക്കെ വോട്ട് ചെയ്ത് ഉമ്മാനും പൊങ്ങളെ കറക്കുന്നു. വെട്ടിക്കൂട്ട് ഡാമിൽ താത്ത ഞാൻ ഇനി എങ്ങാനും ഈ ഭാഗത്ത് രണ്ടിനെ ഞാൻ കണ്ട രണ്ടിന് മോന്ത കുട്ടി അടിച്ച് പൊളിക്കും ഞാൻ. ചേട്ടാ ഞങ്ങളുടെ ക്യാമറ ആ ക്യാമറ എന്താച്ചാ കൊടുത്തേക്ക്, അത് തല്ലിയോടച്ചിട്ടേ കണ്ട വേറെ കഞ്ചു വേറെ ആക്കിയോട് കൊടുത്താൽ മതി. ഇനി ഇവനൊന്നും ഒരു പെണ്ണിന്റെ ഫോട്ടോ എടുക്കണ്ട, അത്രേ ഉള്ളൂ. ശരി കേട്ടോ. ഇവന് யாரா சொல்லுதுக்கு? എടാ അവർക്കുള്ള വണ്ടി റെഡി ആക്കി മതി. കാര്യങ്ങൾ വൈകരുത്. ഓട്ടോ സമയത്തിനാക്കി. ചേട്ടാ ശരി. എന്താണ് സാ വേണ്ടിയത് അവര് മനസ്സിലായോ? ആ ചെക്കൻ ഏതാണ്ടൊക്കെ ഒരു വീഡിയോ എടുത്തുകൊണ്ട് നിങ്ങൾ പൊക്കോന്ന്. ഞാൻ അവനെയും കൊണ്ട് ഓഫീസിൽ വരാം. ആരാണ്ടവൻ? ഞാൻ അവനെ കൊണ്ട് വരാതെ കേട്ടാ, കാര്യമുണ്ടെന്ന്. ഒരു ദിവസം അടിച്ച് പൂസായി പള്ളി കയറിയിട്ടേ ഉസ്താദിന് വാരി വലിച്ചിട്ട് അടിച്ചു. അത് തടുക്കാൻ ചെന്ന സെക്രട്ടറിക്ക് നല്ല പോലെ കിട്ടി, മുഖം അടിച്ച് പൊളിച്ചു. അതോടുകൂടി കുടുംബം അടക്കം എല്ലാവരും പള്ളിയിൽ നിന്ന് പുറത്താക്കി. സഹായിക്കാൻ കൂട്ടക്കാർ പോലും ഉണ്ടായില്ലാന്ന്. പെങ്ങളുടെ കല്യാണത്തിന് പള്ളിയിൽ നിന്ന് ചീട്ട് കൊടുക്കാത്തതുകൊണ്ട് കല്യാണം മുടങ്ങി. ഇവന്റെ അനിയൻ ദേവേട്ടന്റെ ഒരു വീഡിയോ, ഒരു പ്രസംഗം കണ്ടു യൂട്യൂബിലെന്നും പറഞ്ഞിട്ട് അത് ഇവനോട് പോയി പറഞ്ഞു. അങ്ങനെയാണ് ഇവൻ നമ്മൾ അന്വേഷിച്ചോടെ എത്തുന്നത്. പാലക്കാട് NPF-ന്റെ പോസ്റ്ററിൽ ഈ ദേവൻ കുപ്ലേരിന്റെ ഫോട്ടോ കാണുന്നേ സ്ഥാനാർത്ഥിയായിട്ട്. അവന്റെ ഒരു ഫാമിലി ഫോട്ടോയും ആധാർ കാർഡിന്റെ കോപ്പിയും ഞാൻ കണ്ടതാണ്, ഉറപ്പാണെന്ന്. അങ്ങനെയാണ് ഇവൻ കയ്യിൽ പോണ്ട, കൂടെ നിർത്താന്ന്. വിജയം ദേവൻ കുപ്ലേരിന്റേത്. കലക്കിയില്ലേ എന്റെ ദേവേട്ടാ, നിങ്ങളുടെ പോസ്റ്റർ ഒട്ടിക്ക് എന്റെ കയ്യിങ്ങനെ തരിക്കാണ്. നീ പശ കൂട്ടിക്കോ കലേഷേ, സീറ്റ് അടിക്കാന്ന്. നീ അവിടെ വിളിക്കുന്നു, ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഞാൻ കുറച്ച് ദിവസമായിട്ട് സാറിൻ്റെ പുറകെയാ. ഇതൊന്നും നേരിട്ട് ഒന്ന് സംസാരിക്കാനായിട്ട് മടിയായിരുന്നു. നൈസാമലി, ഇവിടെ ഞാനും നീയും ഒക്കെ ഒന്നാണ്. മടിച്ചു മാറി നിൽക്കാനായിട്ടേ ഒരു മോശപ്പെട്ട കാര്യം அததான் இங்க காட்டிக்கிறாரு. മഹത്തായ என் ஃபேமிலி இது கன்வெர்ட் ஆகிறதுக்கு ரெடியா இருக்காங்க. നൈസാമലിക്കും കുടുംബത്തിനും ഞങ്ങൾ എല്ലാവരും ഉണ്ട്. തൽക്കാലം അവിടെ നിൽക്കട്ടെ. നൈസാമലി ഇവിടെ ഞങ്ങളോടൊപ്പം കൂടിക്കോ.
இல்லடா இப்போ ஃபேமிலி போட்டோ காட்டினாருன்னா அசிஸ்டன்ஸ் இந்த அந்த போட்டோவை தான் காட்டியிருக்காரு. മാറ്റം അത് നമുക്ക് പ്ലാൻ ചെയ്യാം. ശരി സാർ. സാറല്ല, ദേവോട്ടൻ, അങ്ങനെ വിളിച്ചാൽ മതി. ശരി ദേവേട്ടാ. എല്ലാരും നോക്ക്. നമ്മുടെ പ്രിയപ്പെട്ട ഏട്ടനും ഭാരതാംബയുടെ പ്രിയപുത്രനുമായിട്ടുള്ള ദേവൻ കുപ്ലേരിയുടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പറന്നാളാഘോഷത്തിനാണ് ഇന്നിവിടെ തുടക്കാവുന്നത്. ദേവട്ടാ അടിക്കുന്നു വേണോ? അപ്പോ എന്റെ മുത്തുമണിയോളെ അടിക്കുന്നു. കലേഷേ, ഉണ്ണി എവിടെയുണ്ടാ? താഴെ ഉണ്ടെന്ന്. ഒരെണ്ണം വലിച്ചു വന്നു. നമുക്കിത് ഹറാമൊന്നുമല്ല. ഇല്ല, ഞാൻ കുടിക്കാറില്ല. சரியான டங்க். നമുക്കെന്ന് ഹറാം. ஃபாரினை பற்றி சொல்லிட்டு ஃபாரின் சார்ஜ் வச்சுருக்கிறேன் அப்சல்யூட் ஒர்க்கு. മോനെ കലേഷേ, 5-ാം തീയതി ഒരു പരിപാടി വേണം. ചുമ്മാ അത് കളിയല്ല ഏട്ടാ. അനാഥാലയവും അന്നദാനൊന്നും വേണ്ട. എല്ലാവരും അതാണ്ട പരിപാടി. വേറെന്തെങ്കിലുമൊക്കെ വേണം. വേറെന്ത് പരിപാടിയാ പിടിക്കാന്ന്? ഈ ജൂൺ 5-ന് ലോക പരിസ്ഥിതി ദിനമാണ്. ഞാൻ ഈ PSCക്ക് പഠിക്കുന്ന സമയത്ത് അവരോർമ്മയില്. അത് സൂപ്പറാണ്ടാ, കലക്കും. ദേവൻ കുപ്ലേരിന്റെ പിറന്നാളിനോടനുബന്ധിച്ച് ചുട്ടുപൊള്ളുന്ന പാലക്കാടൻ തെരുവീതികളിൽ തണൽ വൃക്ഷ തൈകൾ നടന്നു. കലേഷേ, ഇത് അടിക്ക് ദേവട്ടാ. കലേഷേ, സാധനം അടിച്ചിട്ടേ നാക്ക് ധരിക്കണ്ട. സ്പെഷ്യൽ ഒന്നും ഇല്ല ഇവിടെ. നൈസാവലിയേ. നല്ല മോഡൽ. പോത്തല്ലിത്. ആ നോക്കി വാങ്ങിയതാ. அப்போ பசுமாடு ஸ்டார்ட் பண்ணுறது. മോനെ കലേഷേ, നീ ആ തേങ്ങ കൂത്തുകൂട്ടി പിടിക്കി നോക്കിന്ന്. സ്വർഗം കാണും നീ, സ്വർഗം. നമ്പിക്ക വാങ്ങി. പിള്ളേർ ആരും ഇങ്ങോട്ട് വരുമൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ്, വേറൊന്നും ഉണ്ടായിട്ടല്ല നൈസാമലി. ഇതൊക്കെ കഴിച്ചു എന്ന് വെച്ച് കുഴപ്പമില്ല. ഈ കണ്ട ആളുകളൊക്കെ കഴിക്കുന്നില്ലേ? പക്ഷേ അത്രയേ ഉള്ളൂ. നമ്മളെ തലേണ്ട പടി നമ്മൾ തന്നെ ഒടിച്ചു കൊടുക്കണോ നൈസാമലി? കണ്ടന്റ് കൊടുത്തിട്ടേ മമ്മി. ഇതെന്താണ്ടാ ഉണ്ണി, ഗ്രൂപ്പിൽ നിറയെ ചറപറ മെസ്സേജ് വരുന്നുണ്ടല്ലോ. എനിക്കെന്ത് വന്നോണ്ടിരിക്കണ്ടേട്ടാ? ആരുടെ ഈ വീഡിയോ എടുത്തിട്ട് എന്ത് വീഡിയോ? എന്താ ഉണ്ണി വണ്ടി സൈഡാക്ക്. വണ്ടി ഒതുക്ക് നീ. ആട്ടാ പിന്നാടി ഉட்காந்துக்கிறான். அதுதான் தெரியலையே. ഉണ്ണി വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? നോക്കട്ടെ. CCTV தானே இருக்கு. ഞാനൊന്ന് പറഞ്ഞോട്ടെ സുഹൃത്തേ, കഴിക്കാൻ പാടില്ല. നമ്മുടെ പാർട്ടിയുടെ നിലപാടാണ്. ഞാൻ പറയണേക്കെ ഒരു ആളുണ്ടല്ലോ, ഒരു ആഗ്രഹം കൊണ്ട് കഴിച്ചുപോയി. നിങ്ങൾ കുതിപ്പൊക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തു വഴി കലേഷ്? നാട്ടുകാർ മുഴുവൻ വീഡിയോ കണ്ടില്ലേ? ചാനലൊക്കെ ചർച്ചയാണ്ട. പാർട്ടിക്കാരും എന്റെ അച്ഛൻ എന്നെ തള്ളി പറഞ്ഞു. എന്റെ തലയിലേക്ക് നടന്നവരിപ്പോ പച്ചക്ക് എന്റെ അമ്മയ്ക്ക് വിളിക്കാണ്. ശരിയാണ്, ചെയ്തു പോയി. കൂട്ടത്തെ കൂട്ടി ഏതോ ഒരു മയിലൻ ദേവേട്ടാ, ഞാൻ ചെയ്താണെന്ന് ഏറ്റു പറഞ്ഞാലോ? ബീഫ് ആരും ദേവേട്ടന് അറിയത്തില്ലായിരുന്നു. ഓഡിയോ എഡിറ്റ് ചെയ്ത് കയറ്റിയാൽ നമുക്ക് പറയാം. ഞാൻ ഏറ്റെടുക്കാം ദേവേട്ടാ. കലേഷ്, ഓഫീസിലെ അവസ്ഥ എന്താണ്ടാ? ആരെങ്കിലും ഉണ്ടാ അവിടെ? ഉണ്ണിയും തിരിഞ്ഞല്ലേ? അവന്മാരെല്ലാം കൂടി ഓഫീസ് അടിച്ച് അലമ്പാക്കിയിട്ടാ പോയി. നിങ്ങൾ വണ്ടിയെ കയറി, ഞാൻ ഓഫീസിൽ വിടാം. നല്ല ഓട്ടത്തിലായിരുന്നില്ലേ? ഒരു റെസ്റ്റ് എടുക്ക്. കലേഷേ, സൂക്ഷിക്കണം. എല്ലാം തിരിച്ചു പിടിക്കണ്ടേ? എന്താ വേണ്ടെന്ന് തീരുമാനാക്കിട്ടേ ഞാൻ വിളിക്കാം. നിങ്ങൾ അവിടെ റെസ്റ്റ് എടുക്ക്. നൈസാമലി, ഗീത എന്തെങ്കിലും ചെയ്യണമെന്നാ. സർ, സാറേ, സർക്കംസ്റ്റാൻസസ് ഒക്കെ ഫേവർ ചെയ്യുന്നത് സൂയിസൈഡിന്. ഇനി ദേവൻ ആത്മഹത്യ ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ബിബിൻ ഒരുക്കിയാലും കൃത്യമായി ജൂൺ 5-ന് സ്വന്തം ജന്മദിനത്തിന് അന്ന് തന്നെ ദേവൻ ആത്മഹത്യ ചെയ്യുമെന്ന്
എക്സ്ട്രീംലി ഹസാർഡസ് ആയി ക്ലാസിഫൈ ചെയ്തിട്ടുള്ള പെസ്റ്റിസൈഡ് മദ്യത്തിൽ കലർത്തി കുടിച്ചതാണ് ദേവന്റെ മരണകാരണം. You know what? ആ കീടനാശിനി ദേവൻ എവിടെ നിന്ന് കിട്ടിയെന്നതിൽ റിപ്പോർട്ടിൽ ദേവന്റെ മരണം അവരൊരുമിച്ചാണ് അറിയുന്നത്. ബിബിനാണ് മരണത്തിന് കാരണമെങ്കിൽ അതെങ്ങനെ സാധിക്കും? ആ വീഡിയോ എടുത്തപ്പോഴും ബിബിൻ ആ മുറിക്ക് വെളിയിലല്ല, ദേവനും കലേഷിനൊപ്പം ആ മുറിക്കുള്ളിലായിരുന്നു. എന്നിട്ടും ആ വീഡിയോ എങ്ങനെ എടുത്തോ അതുപോലെ തന്നെ ദേവന്റെ കൊലപാതകവും നടത്താൻ. അൻസാരി, വ്യക്തമാകേണ്ട ഉത്തരങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഇപ്പം നമ്മുടെ അടുത്ത് കൃത്യമായ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം ഒന്ന് കൂട്ടി വായിച്ചാൽ ഉറപ്പിക്കാവുന്ന ഒരു കാര്യം, ബിബിൻ തനിച്ചല്ല. He is not alone in this game, and that makes him more dangerous. Deadly dangerous. Episode 5 interval. So என்னன்னா இப்போ எனக்கு ஒன்னே ஒன்றுதான் புரியல, பிபின் வந்து எதுக்கு இதை பண்றாரு எனக்கு அது மட்டும் தான். இன்டர்வல் என்னாச்சு சொல்லுவாங்கன்னு நினைச்சேன். அது ஒரு ஓல்டு வைப்பாங்க, கொலையை பற்றி தான் அந்த எபிசோடும் போயிருக்கு. தலைவர் ஒவ்வொரு ஊர்ல போய் ஒரு இது பண்ணினுக்கிறாரு, நானவன் இல்லை மாதிரி கெட்டப் மாத்திட்டு போயிட்டு வந்துருக்காரு. ஏன்னா இப்போ எனக்கு இன்னொரு 2-3 டவுட் என்ன வருதுன்னா, ரெண்டு பேபி ஸ்வாப் பண்றாங்க கரெக்டா. ஸ்வாப் பண்ணும்போது இப்போ பிபின் பார்த்துன்னு வச்சுக்கேன், ஃபர்ஸ்ட் செகண்ட் எபிசோட்ல வந்து ஒரு ஆக்டரை கொண்டுட்டாங்க, ரைட்டர் உயிரோட தான் இருக்காரு. அடுத்த எபிசோட்ல வந்து பிபின் அப்புறம் அந்த பெங்களூர்ல இருந்த பொண்ணு, பிபின் உயிரோட இருக்காரு, அந்த பொண்ணை சாவச்சிட்டாங்க. சரியா, இப்போ இந்த எபிசோட்ல வந்து அந்த கரிகாரங்கார ஒருத்தன், இது ஒருத்தன் பொலிட்டிக்கல் கரிகாரக்காரன் உயிரோட தான் வரான், இவனை கொண்டான். 2 பேர் ஒரே இதுல போடணும், ஏன் ஒருத்தனை மட்டும் கூட்டிட்டு வராங்க? அந்த கொஸ்டின் வந்து எனக்கு ரொம்ப வருது. ஏன் பிபின் சூஸ் பண்றாரு ஒண்ணு, ஏன் இந்த டார்கெட்? ஏன்னா 1000 பேபிஸ்னா 500 டார்கெட்ஸ் கரெக்டா. 500ல எப்படி ஏன் இவங்களை இந்த ஆர்டர்ல கொலை பண்றாங்க? 1 2 ஏன் ஒருத்தனை மட்டும் கொலை பண்றாங்க? இஃப் சம்திங் ஹேப்பன்ஸ்னா 2 பேரையும் கொலை பண்ண வேண்டியதானே, ஏன் ஒருத்தரை சூஸ் பண்றாங்க? அதுல எனக்கு மெயின் ஸ்டோரி விட்டு ரொம்ப தூரம் போன மாதிரி இது, வேற எங்கேயோ கேரளா கிரைம் ஃபைல்ஸ் பாக்குற மாதிரி இது. ஸோ அதுதான் எனக்கு ரொம்ப டவுட். மேபி நான் இந்த எபிசோட்ல இது ஏதாவது ஒன்று ரிவ்யூ பண்ணுவோம்னு நினைச்சேன், பண்ணல. லாஸ்ட் அது எனக்கு தெரிஞ்சது வராது, எல்லாத்தையும் லாஸ்ட் எபிசோட்ல திணிச்சு விட்டோம்னு வச்சுக்கோங்க, மாதிரி இருக்கும்னு தோணுது. ஆரம்பத்துல இருந்து பில்டப் மட்டும் தான் கொடுக்குறாரு, வாய் மட்டும் தான் வேலை செய்யுது. ஐ திங்க் வி காட் தி கேஸ் அப்படின்றாரு, கரெக்ட் முச்சிடுறாங்க. போட்டு விடாது வடிவது, என்னையா பேசிக்கிட்டே இருக்காங்க, பாம்பை வெளியில விட்டான். அது இல்லடா, போகிரில வீடியோ பண்ணாரு, பில்டப் மட்டும் தான் கொடுக்குறாரு, ஒன்றும் போட்டு 4 எபிசோட் 5 எபிசோட பில்டப் மட்டும் தான் கொடுத்துட்டு இருக்காங்க, ஒன்றும் நடக்கிற மாதிரி தெரியல. ஸோ அது ஒன்று எனக்கு ஒன்றுமே புரியல, எனக்கு அது ரொம்ப கொஸ்டின்ஸ். ஆனால் கொஞ்சம் பொலிட்டிக்கலாக நல்லா காமெடியாக இருந்துச்சு. அது ஒரு டேங்கு, செம்ம டேங்கு, ஆனால் எக்ஸ்பெக்ட் பண்ணவே இல்லை, வச்சு செஞ்சுட்டாங்க. மாரல் பாலிசிங் எல்லாம் எப்படி நடக்குது, அவனுங்களே எப்படி இருக்காங்க, எல்லாம் நல்ல எல்லா ஊர்லேயும் அப்படி தான். இப்போ அது காமன் ஆயிடுச்சு, நிறைய பேர் வந்து ஐயோ அபிஷ்டு அதெல்லாம் சாப்பிட்றாங்க. கட்சியில் பார்த்தா அவனுங்க பசங்க தான் ஜிம்மை முடிச்சுட்டு வந்து ப்ரோ ஒரு சூப் ஒன்று போடு அப்படின்றாங்க. அந்த மாதிரி போயின்னு தான் இருக்குது. இப்போ அது காமன் ஆகிடுச்சு. அப்போ இது வந்திருக்கும், பார்ப்போம் பிபின் என்ன பண்ணுறாரு. அதுவும் இல்லாமல் கடைசியாக சொல்லிட்டாங்க பிபினுக்கு இன்னொரு இது இருக்காங்க போல அப்படின்னு சொல்லிட்டு. ஸோ யார் இது? இஸ் நாட் அலோன் இன் திஸ். ஆல்ரெடி 2 கொஸ்டின் ஆன்சர் பண்ணுவோம், இன்னொரு கொஸ்டின் வேறு வைக்கிறேன். எனக்கு தெரிஞ்சு இது நம்ம பெர்ஸ்பெக்டிவாக அங்கே பிபின் காட்டுறான் போல தானே, வேறு யாரோ தான் இருப்பாங்கன்னு நினைக்கிறேன். அந்த ஒரு இமேஜ் சொல்கிறேன். இப்போ அந்த இடத்துலேருந்து வேற ஒரு ஆள் தான் இருப்பாங்க, ஆனால் பிபின்னுங்கிற மாதிரி இது வரைக்கும் காமிக்கிறாங்க. கிளைமேக்ஸ் எபிசோட் தான் ஃபைட் கிளப் மாதிரி, இங்கே ஒரு ஆள் இருந்தால் அங்கே ஒரு ஆள் இருந்தால் இவங்க எல்லாமே ஒரு குரூப்பு, இவங்க எல்லாரும் பேரும் வந்து பிபின். ஓகே அதுவா கேரளா கிரைம் ஃபைல்ஸ் சொன்னோன்னே எனக்கு அது இங்கே எங்கேயோ ஊரெல்லாம் தேட்டு சொந்த கேன்டீன்லேயே இருந்த மாதிரி யாரோ ஒருத்தர் திருப்பி போகிறாங்கன்னு தோணுது. இல்லை பார்த்து தம்பி நான் செத்து போய் 10 வருஷம் ஆச்சு அந்த மாதிரி தான் இருக்கு. இல்லை பிபின் நானும் இந்த கேஸ் தான் தேடிட்டு இருக்கேன். அப்போ யார் தான் இல்லை, ஐ திங்க் வி ஹேவ் டு ஃபைண்ட் இட். அந்த ஃபைனல் சீசன் 1 எண்டிங் போங்கடா நீ. ஓகே, எபிசோட் 5 வேற ஏதாவது சீரிஸ் பார்த்துருக்கீங்க? அதான் சொல்லுவேன் ப்ரோ, நீங்கள் சீரிஸ் தான் பார்த்து ரியாக்ட் பண்ணுறீங்க. ஸோ ஓகே கைஸ், நம்ம இன்னொரு வீடியோவில் என்னதான் நடக்குதுன்னு பார்ப்போம். என்ன இன்னும் 2 எபிசோட் இருக்கு, ஸோ பார்ப்போம். இதுக்கப்புறம் எக்ஸாம்பிள் நான் சீட்டை விட்டு வந்துருவேன்டா, ஏதாவது பதில் சொல்லுங்களா, அந்த மாதிரி தான் இருக்கு. இன்டர்வல் வரைக்கும் பார்த்துட்டோம், செகண்ட் ஹாஃப் எப்படி இதுன்னு பார்ப்போம். அந்த சரி வெற்றி வராது. சைனிங் ஆஃப். சப்ஸ்கிரைப், ஃபாலோ Instagram and Facebook.